ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ചുറ്റും കിട്ടാവുന്ന കാർഡ്ബോർഡ് പെട്ടിയുടെ ഷീറ്റ്, സിറിഞ്ച്, ഐസ്ക്രീം സ്റ്റിക്ക് എന്നിവയൊക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു JCB ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. JCB എന്ന് വെച്ചാൽ ജോസഫ് സിറിൽ ബാംഫോർഡ്. ഈ കണ്ടുപിടുത്തത്തിന് പിറകിലുള്ള ഈ ബ്രിട്ടീഷുകാരൻ്റെ പേര് തന്നെയാണ് ഈ ഉപകരണത്തിനും കൊടുത്തിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ ഏരിയാസിൽ ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയാനാണ് ഇതിന് മഞ്ഞ നിറം നൽകിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഒരു ഫ്ലൂയിഡ്സിന്റെ തത്വം വെച്ചാണ്. അതെന്ന് വെച്ചാൽ അതിനെ ഹൈഡ്രോളിക്സ് എന്നും നമ്മൾ വിളിക്കും. ശരിക്കുമുള്ള ഈ JCBയിൽ ഇവിടെ ഒരു ചെറിയ പവർ കൊടുത്താൽ തന്നെ അവിടെ ഒരു വലിയ പവർ അനുഭവപ്പെടും. അങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ പ്രവർത്തനം നോക്കി മനസ്സിലാക്കും. അപ്പോൾ നമുക്കിതിന്റെ പ്രവർത്തനത്തിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ കൺട്രോളിംഗ് പാനൽ. ഇവിടെയാണ് നമ്മൾ ഈ JCBയുടെ മൊത്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രമീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥ JCBയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹൈഡ്രോളിക്സ് എന്ന തത്വം തന്നെയാണ് ഇതിലും ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയാണ് നമ്മുടെ JCB? സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ? ഇത് ഉണ്ടാക്കുന്നതിൽ തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സിറിഞ്ച്, ടൂത്ത് പിക്ക്, ഐസ്ക്രീം സ്റ്റിക്ക് ഇതൊക്കെ ഫ്രഷായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ 300-350 രൂപക്ക് നമുക്ക് കാര്യം ഒതുക്കാവുന്നതാണ്. പിന്നെ വേറെന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഫ്ലൂയിഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കളേർഡ് വാട്ടർ മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കുക. എപ്പോഴും നിങ്ങൾക്ക് എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും.